ആ ട്രെയിനിലെ ഒരു യാത്രക്കാരൻ അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, തീപിടുത്തം താങ്കൾ ഏത് കോച്ചിലായിരുന്നു? തീപിടുത്തം ഉണ്ടായ കാര്യം അറിഞ്ഞത് എങ്ങനെയാണ്? ഞാൻ യാത്ര ചെയ്ത അതേ കോച്ചിൽ തന്നെയാണ്, B1 തന്നെയാണ്. അയ്യോ, അതേ കോച്ചിൽ തന്നെയാണ് തീപിടുത്തം ഉണ്ടായത്. നമ്മളെ ഏറ്റവും ബാക്കിലായിട്ട് ഉണ്ടായത്, ഇൻവെസ്റ്റ് ആയിട്ട് ഉണ്ടായ കോച്ചാണ് B1. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടെന്ന് ഐഡിയ ഉണ്ടോ? ഐഡിയ എന്ന് വെച്ചാല് ഞങ്ങള് പെട്ടെന്ന് കണ്ടതൊരു പുകയായിട്ടാണ്. കാരണം വെച്ചാൽ AC സർക്യൂട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് എല്ലാവർക്കും. പെട്ടെന്ന് പുകയായിരുന്നു. അല്ല റഷീദ്, ഇത് വലിയ തീയാണല്ലോ. ഇത് വലിയ തീയാണല്ലോ. നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്ന വലിയ തീയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തീ ആളിപ്പിടിച്ചു അല്ലേ? ആർക്കാർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പെട്ടെന്ന് ചാടി ഇറങ്ങി, കൂടുതലായിട്ട് പറഞ്ഞു. എല്ലാവരും ചാടി ഇറങ്ങി. കുറച്ച് പേരുടെ ബാഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുറച്ച് പേരുടെ. ഇപ്പൊ നിങ്ങൾ എവിടെയാ ഉള്ളേ? ഇപ്പൊ ഇവിടെ തന്നെ ഉള്ളത്. ആ കോച്ച് ഇതിൽ നിന്നും മാറ്റിയിട്ട് ഇപ്പൊ അവർക്ക് ചെക്ക് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് ഇവിടെ. അപ്പൊ ആ ട്രെയിൻ തന്നെ മുന്നോട്ട് പോകാന്നാ പറയുന്നത്? ആ ട്രെയിനിൽ തന്നെ പോവാം അല്ലേ? ഈ ട്രെയിനിൽ തന്നെ പോവാന്നാ പറയുന്നത്. കാരണം ഇതിന്റെ പരിശോധന പൂർത്തിയായി കുറച്ച് ടൈം എടുക്കുന്നാ പറയുന്നത് ഇവിടെ. ഇതാണെങ്കിൽ ഇത് ചെറിയ പുക കണ്ടിട്ട് ഇത്ര വലിയ തീ ആകുമ്പോഴേക്കും നിങ്ങൾ പുറത്തിറങ്ങി? ഇറങ്ങി. ഏകദേശം സമയം 5-5:10 ആ ടൈമിനാണ് ഇത് പെട്ടെന്ന് പുകയുന്നത്. എല്ലാരും ഉറക്കിലായിരുന്നു. തടസ്സം പോലെ കണ്ടിട്ടാണ് 1-2 പേർ പെട്ടെന്ന് എഴുന്നേറ്റത്. ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് പുറത്തിറങ്ങിയതാ. ഇതാദ്യം കണ്ടതാരാ? ആദ്യം കണ്ടതാരാന്നറിയില്ല. പെട്ടെന്ന് കൂട്ടത്തിലുള്ളവരാണ് ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചത്. അബ്ദുൾ റഷീദ് എന്ത് ചെയ്യുന്ന ആളാണ്? പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? അല്ല, ഞാൻ ഡൽഹിയിലേക്ക് അല്ലല്ല നാട്ടിലാണ്. ഞാനൊരു ഡൽഹിയിലേക്ക് യാത്ര പോകുന്നത്. ഓ യെസ് യെസ് യെസ്. ഫാമിലിയൊക്കെ ഉണ്ടോ? ഇല്ല, തനിച്ചാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഭാഗ്യം അബ്ദുൾ റഷീദ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഓക്കെ. ആ രാജധാനി എക്സ്പ്രസിലെ യാത്രക്കാരനാണ് അബ്ദുൾ റഷീദ്, സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.